വേണ്ട അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. വലിയ പരുന്താണ് കേട്ടോ. കണ്ടോ ഇവിടെ നല്ല കിളികളാ. കൊച്ചു കിളികളും തത്തയും ഒക്കെ വിളിക്കുന്നുണ്ട്. എന്താ അവിടെ തന്നെ ഇരിക്കുക, പറന്നു പോയില്ല. കണ്ടോ ഇനി അടുത്തത് കണ്ട ഇപ്പം 2 പേരായി. 2 പേരും 2 ഒത്തിരി പരുന്തുണ്ട് ഇവിടെ. ഇവിടെ വലിയൊരു ആലുണ്ട്, അവിടെ നിന്നാണ് പറന്നു വരുന്നത്. നല്ല വെയിലുണ്ട്, ഇന്ന് മഞ്ഞ് കുറവുണ്ട്. നല്ല വെയിൽ. എൻ്റെ 2ാം കുട്ടിഞ്ഞ് വന്നിരുന്ന് ഞാനവിടെ ഒരു തുണി ഇട്ടിരുന്നു. അതിലെങ്ങനെ സുഖമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ്. ഇതേ ഇന്നത്തെ വിശേഷം. ഞാൻ കിളിക്ക് വെച്ചിരുന്നൊക്കെ വന്ന് കുറച്ചൊക്കെ തിന്നുകൊണ്ട് പോയി. ഇതായി വെള്ളം വെച്ചിട്ടുണ്ടെന്ന്. വെള്ളം വെച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വെള്ളം കുടിച്ചതിന് ലക്ഷണമാണ് അതിൻ്റെ പൊടി കിടക്കുന്നുണ്ടോ. പിന്നെ പാർക്കിലൊക്കെ കുട്ടികൾ വന്നിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. ദൂരെ കണ്ടോ, കാണിച്ചില്ല. ആ നീല കളർ കാണുന്നിടത്ത് കുട്ടികൾ ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ കിളികളൊക്കെ ആവശ്യം പോലെ ഉണ്ട്. കണ്ട പരുന്ത് കണ്ടോ പറക്കുന്നത്, കണ്ടോ പരുന്ത് ആവശ്യം പോലെ ഉണ്ടോ. പ്ലെയിൻ ദോ വരുന്നു. ശബ്ദം കേട്ടല്ലോ. പ്ലെയിൻ ഇങ്ങി വരുമ്പോൾ കാണാം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. രണ്ടാം കുഞ്ഞൊന്നിൻ്റെ ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട് പോയി കേട്ടോ. എന്ന് ഞാൻ കണ്ടില്ല, വരുന്ന കണ്ടില്ല. ബിസ്ക്കറ്റ് ഇപ്പം നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് പോയി കാണും. കണ്ടോ പ്ലെയിൻ വരുന്നുണ്ടോ. ആ പ്ലെയിൻ വരുന്നതിൻ്റെ താഴെ ഒരു മഴവില്ല് പോലെ ഒരു വര കണ്ടോ. ഇങ്ങനെ കണ്ടോ, കാണുന്നുണ്ടോ. ഈ പ്ലെയിൻ ഇഞ്ഞി മരവും കഴിഞ്ഞ് വരുമ്പോൾ നല്ലതുപോലെ കാണാം കേട്ടോ. അതൊക്കെ നോക്കണ്ടേ. ഇവിടെ കടൽ മത്സ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഗുജറാത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതായത് പ്രോൺസ് ഉണ്ട്, അയലയുണ്ട്. അപ്പോൾ ഇന്ന് പ്രോൺസ് പൊരിക്കണം, അയല കറി വയ്ക്കണം. അപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. എല്ലാം ഫ്രഷാക്കിയാണ് കൊണ്ടിരുന്നിരിക്കുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഇനി ഒന്ന് കഴുകി എടുത്ത് വൃത്തിയാക്കി അരപ്പൊക്കെ ചേർത്ത് കറി വെച്ചെടുക്കാം. ഇത് മരുമോൻ്റെ സ്പെഷ്യൽ മീനാണ്, അത് പൊരിക്കുകയാണ്. ഇത് നമ്മുടെ അയലതായി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നു. അപ്പോൾ കുഞ്ച് അരപ്പെല്ലാം പുരട്ടി വെച്ച് ഇനി കുഞ്ച് പൊരിക്കണം. അപ്പോൾ ഇത് ഈ മീൻ പൊരിച്ചതിന് ശേഷം ഇനി ഇത് കുഞ്ച് പൊരിക്കണം. അങ്ങനെ നമ്മളെ പ്രോൺസ് അങ്ങനെ എണ്ണയിൽ കിടന്നങ്ങനെ മൂത്ത് വരെയാണ് കേട്ടോ. അരിതാ ഇവിടെ തിളയ്ക്കുന്നു. ഇനിയുണ്ട് ചീര.
ചീര, നല്ല ചുമന്ന ചീര കിട്ടി. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ അച്ചാർ ആവശ്യം പോലെ ഇരിപ്പുണ്ട്. ഫിഷ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഫിഷ് മാത്രമാണ് കേട്ടോ. വലിയൊരു ഫിഷ് മേടിച്ച് ഏകദേശം കടിച്ച് തീരാറായി. ഇനിയും 4 പീസേ ഉള്ളൂ. നല്ല ഫ്രഷ് ചീര കിട്ടി, ചുമന്ന ചീര. അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പാചകം ചെയ്ത് ഉച്ചയ്ക്ക് കഴിക്കാം. വയ്ക്കുമ്പോഴും ഒരു കാരണവശാലും അടച്ച് വയ്ക്കരുത്. അതുപോലെ ഞാൻ ചീര വയ്ക്കുന്നത് അരപ്പം അരിഞ്ഞ ചീരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കടുക് വറുത്ത് അതിലിട്ടാണ് വയ്ക്കുന്നത്. അതുപോലെ അടച്ച് വയ്ക്കില്ല കേട്ടോ.